സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കൊല്ലം മൈനാഗപ്പള്ളിയിലുണ്ടായ ഒരു സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരിക്കലും ഇത് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇതല്ല, ഇതിനപ്പുറത്തും സംഭവിച്ചാലും നമ്മളൊന്നും ഞെട്ടേണ്ട ആവശ്യമില്ല. അതായത് പത്തില് ഒരു 5 ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യപാനവും കൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള മയക്കുമരുന്നിൽ 2 or 3 കേസുകളിൽ പ്രതിയാണെന്നാണ് പറയുന്നത് ഈ അജ്മൽ എന്ന് പറയുന്നവൻ. അവനെയൊക്കെ പുറത്തു വിട്ടത് ആരാണ്? അവനെയൊക്കെ എന്തിനാണ് പുറത്തു വിടുന്നത്? എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമിനെയൊക്കെ എന്ന് പറഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ അങ്ങ് തീർത്തേക്കണം. അതായത് പൊതുജനങ്ങൾക്ക് എന്തിനാണ് ബാധ്യതയായിട്ട് വരുന്നത്? ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതായത് ഈ നിരപരാധിയായ ആ ഒരു വീട്ടമ്മ, ഇന്നലെ മരിച്ച ആ ഒരു സ്ത്രീയാണ്. അവരെന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? അവർ സമൂഹത്തിന് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? അവർ അവരുടെ ജോലിയും കഴിഞ്ഞ് വണ്ടിയും എടുത്ത് പോകുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ ദോഷം ചെയ്തത് ആരാണ്? ഈ ടീമുകളല്ല. ഈ അജ്മൽ എന്ന് പറയുന്നതും ആ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു ഒടിച്ചു പട്ടിയുമാണ്. ഇതിറ്റുകൾ രണ്ടിനെയും കൊണ്ടുവച്ച് അങ്ങ് തീർത്തേക്കണം. എന്തിനീറ്റുകളാണ്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇങ്ങനെ എത്രയെത്ര വാർത്തകളാണ് ഓരോ ദിവസവും വരുന്നത്. ഈ ഡോക്ടറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോഴൊന്നുമല്ല, ഇത് പണ്ട് മുതലേ ഇതുപോലുള്ള പോക്ക് കേസുകളാണ്. അതായത് ഈ ഡോക്ടറെ ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുതുണിയില്ലാതെ ഒരു 4 or 5 ആൾക്കാരുടെ കൂടെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അതായത് ഇതൊരു സ്ഥിര സംഭവമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുക, ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്ന് വന്നതൊന്നുമല്ല. അത്രയും പൊട്ടിപ്പൊളിഞ്ഞ തരികിട കുടുംബമാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ഈ തന്തേനെയും തള്ളേനെയും വരെ എൻ്റെ അഭിപ്രായത്തിൻ്റെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ടീമുകളുടെ ഇതാണ് തന്തയും തള്ളയും എന്ന് സമൂഹത്തിന് മനസ്സിലാകണം. അതാണ് വേണ്ടത്. എല്ലാവരും ചോദിക്കും അവരെന്ത് വഴിച്ചു എന്ന്. ഇതുപോലെയുള്ള നികൃഷ്ട ജീവികളെ തേനും പാലും കൊടുത്ത് വളർത്തിയ തന്നെ അവർ ഏറ്റവും വലിയൊരു ദോഷമാണ് ചെയ്തത്. സമൂഹത്തിന് പോലും ബാധ്യതയായ ഇതുപോലുള്ള നികൃഷ്ട ജീവികളെ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അത് ഒരു പട്ടിക്കൂട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് പൂട്ടിയിടുകയാണ് വേണ്ടത്. അല്ലാതെ ഇതിനെയൊക്കെ ഒരിക്കലും തുറന്നു വിടരുത്. ഈ തുറന്നു വിട്ടതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോഴും കണ്ടത്. നിരപരാധിയായ ഒരു സ്ത്രീ എന്ത് പഴച്ചു ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഇതിറ്റുകളുടെ വണ്ടിയിൽ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത്. ഒരു തേങ്ങാക്കൊലി ഇല്ലെങ്കിലും, അതായത് ഒന്നുമില്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി, ഇവന്മാർ ആ സ്പോട്ടിൽ തീർക്കണം. അതാണ് വേണ്ടത്. അതിന് കേരളത്തിലൊന്നുമില്ല, അതിനുള്ള ആമ്പിളറൊന്നുമില്ല. അതിന് വല്ല തമിഴ്നാട്ടിലോ ഇല്ലെങ്കിൽ ആന്ധ്രയിലെങ്ങാറ്റം പോകേണ്ടി വരും. ഇനി അവർക്ക് കൈമാറിയാലും മതി, അവർക്കങ്ങ് കൈമാറിയാലും മതി. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അജ്മൽ എന്ന് പറയുന്നവൻ ഇത്രയും കേസിൽ പ്രതിയായിട്ടും അവൻ ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില സിസ്റ്റങ്ങൾ, രാഷ്ട്രീയക്കാർ, ഇവരൊക്കെയുള്ള ഒരു ഇതാണ്. അതായത് പാവപ്പെട്ടവൻ ഇതുപോലെ അധ്വാനിച്ച് അവനൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പോഴാണ് ഇവനൊക്കെ എത്ര പൈസയാണ് ഈ അജ്മലിനെ പോലെയുള്ളവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ എടുത്ത് നടക്കുന്ന വണ്ടികൾ കണ്ടാൽ ആ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നവനൊരു സൈക്കിൾ പോലും ഇന്നത്തെ കാലത്ത് വാങ്ങിക്കാൻ കഴിയുന്നില്ല. ഇവനൊന്നും ഒരു ജോലിയും ചെയ്യാതെ കോടികൾ വിലയുള്ള വണ്ടികളിലാണ് പോകുന്നത്. ഈ വണ്ടികളിലാണ് ഈ സ്ത്രീയെ, ഈ ഡോക്ടറെ പോലെയുള്ള ആൾക്കാർ, അതായത് ഡോക്ടർക്ക് എക്സ്ട്രാ പൈസ ഒന്നുമല്ല, ഡോക്ടർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടിയാണ് മെയിനായിട്ട്, വേറെ ഒന്നുമല്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്, ഡോക്ടർക്ക് പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ അജ്മലിൻ്റെ കൂടെ പോകുന്നത്. ഒരു തേങ്ങാക്കൊലിയല്ല. ഈ അജ്മൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ഇതുപോലെയുള്ള 3 or 4 ഡോക്ടർമാർ ഇവൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് കൊല്ലത്തുള്ള മെയിൻ ഡോക്ടർമാരൊക്കെ സൂക്ഷിച്ചു. അതിലെന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരായ ഡോക്ടർമാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൂക്ഷിച്ചോ എന്ന് എനിക്ക് മാത്രം പറയാനുള്ളൂ. വരുന്നുണ്ട്, പുറകെ തന്നെ പണി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അജ്മലുമാർ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് വളരെ മോശമായൊരു കാര്യം തന്നെയാണ്. പിന്നെ ചില ആൾക്കാർ ഇത് ജാതിയായിട്ടും ജിഹായിദ ഇതൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഇതിൻ്റെ അകത്ത് ജാതി കൊണ്ടുവരരുത്. അതായത് ഇതൊരു സമുദായവും മറ്റൊരു ഹിന്ദു സമുദായം, മുസ്ലിം സമുദായം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇതുപോലെ 2 എണ്ണം അടിച്ചിട്ട് വന്നിട്ട് വണ്ടി ആക്സിഡൻ്റ് ആകുമ്പോൾ അവൻ്റെ ജാതീയത മതമേത ഒന്നും നോക്കുന്നില്ല. ഈ പാവപ്പെട്ടവൻ റോഡിൽ കിടന്ന് മരിക്കുകയാണ്. അത് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതിൽ ജാതി കൊണ്ടുവരാതെ എല്ലാവരും ഒത്തൊരുമിച്ചൊരു തീരുമാനമെടുക്കുക. ഇങ്ങനെയുള്ളവനെ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് നമുക്ക് പറഞ്ഞു വിടാം എന്ന രീതിയിൽ തീരുമാനമെടുക്കുക. എത്ര രാഷ്ട്രീയക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര നിരപരാധികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇവനെ പോലെയുള്ള ആൾക്കാരെ ചെയ്തുകൂടെ നിങ്ങൾക്ക്? ഇവനെ പോലെയുള്ളവരെ ചെയ്തു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് എന്ത് സൗകര്യമാണ്. അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഓടി വന്നിട്ട് കസ്റ്റഡിയിൽ എടുക്കുന്ന ചില യമാന്മാരൊക്കെ ഉണ്ട്.
അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇവനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങൾ പറ്റുമെങ്കിൽ ഇനി അടുത്ത ദിവസം മുതൽ എഴുന്നേറ്റ് നടക്കാനും ഇരിക്കാനും കഴിയാത്ത വിധത്തിലങ്ങ് മാക്കി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇങ്ങനെയുള്ള പിടിക്കുന്ന ഈ മയക്കുമരുന്നുമായിട്ട് പിടിക്കുന്ന കുറേ ടീമുകളുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ, അതായത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവർ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ പകുതി ദിവസം, അത് ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഒരു 20 ദിവസവും ഇവൻ ആശുപത്രി ഇങ്ങനെ കയറി ഇറങ്ങണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. ഇനി വരുന്ന തലമുറയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവന്മാരെ പോലെയുള്ള ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള സാമ്പത്തികവും ഉണ്ട് എന്നുള്ളതാണ്. നല്ല വണ്ടികളുണ്ട്, നല്ല ഡ്രസ്സുകളുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്. അതുമാത്രമല്ല, ഞെട്ടിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരുപാട് ഡോക്ടർമാരും ഇതിൻ്റെ കണ്ണികളാണ്. അതും സ്ത്രീകളായ ഡോക്ടർമാർ, അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥിനികൾ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ണികളായിട്ടാണുള്ളത്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് അടിക്കാനല്ല വരുന്നത്. അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കച്ചവടം തന്നെയാണ്. ഇതിൻ്റെ കച്ചവടത്തിൽ ഇവർ പങ്കാളിയാവുക എന്നുള്ളതാണ്. അതോടുകൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ ഇതിന് ഉണ്ടാക്കണം. അതായത് ഇതിനെതിരെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ കിടന്നിട്ട് അജ്മൽ ഇതാ മുസ്ലിമാണ്, അല്ലെങ്കിൽ മറ്റവൾ ഹിന്ദുവാണ്, ഇത് ജിഹാദാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് വളരെ മോശമായ രീതിയിൽ കമൻ്റ് ഇടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ജിഹാദും അല്ല. ഇത് സമൂഹത്തിൽ എല്ലാവർക്കും, എനിക്കല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും വരാം. അതായത് ആരൊക്കെ റോഡിലൂടെ വണ്ടിയെടുത്ത് പോകുന്നുണ്ട്, ആരൊക്കെ അതുവഴി നടന്നു പോകുന്നുണ്ട്. ഏറ്റവും സാധാരണക്കാരല്ലേ ഈ നടന്നു പോകുന്നവർ, അവർക്ക് വരെ രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള ഈ അജ്മലുമാരെ ഇനി തുറന്നു വിട്ടാൽ, അതുപോലെ ഈ ഡോക്ടറെ പോലെയുള്ള ടീമുകളെ ഇനി തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിങ്ങളെ തുറന്നു വിടരുത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നികൃഷ്ട ജീവികളെ ഉണ്ടാക്കി വിട്ട ആ മാതാപിതാക്കൾ അതിറ്റങ്ങളെ വരെ മുന്നിൽ കൊണ്ടുവരണം. അവർ വരെ കുറ്റക്കാരാണ്. ആ അവറ്റകളെ വരെ ജയിലിലടക്കണം. അതാണ് വേണ്ടത്. ഈ കാമഭ്രാന്തിയുടെ ഇവളുടെ ഈ അച്ഛനമ്മമാരെ മുന്നിൽ കൊണ്ടുവരണം. അതാണ് വേണ്ടത്. അവിടുന്ന് ഇവളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ഇതാണ്. അതായത് ആ ഹോസ്പിറ്റലിൽ ഇതൊക്കെ എങ്ങനെ ജോലി ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം അഹങ്കാരത്തിൻ്റെ ഇതാണെന്നാണ് പറയുന്നത്. എല്ലാം അറിയുന്ന ആൾക്കാരൊക്കെ പറയുന്നത് അതാണ്. അതായത് ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഈ അജ്മലിനെ പോലെയുള്ള ഒരു 4-5 ആൾക്കാരുടെ കൂടെയാണ് നടക്കുന്നത്. അതാണ് സഹവാസം. ഇതിൻ്റെ അടിമ തന്നെയാണ്, ഈ മയക്കുമരുന്നിൻ്റെ അടിമ തന്നെയാണ് ഈ സ്ത്രീ. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള നികൃഷ്ട ജീവികളുടെ മാതാപിതാക്കളും കുറ്റക്കാരാണ്. അവരാണ് ലോകത്തിൽ ഏറ്റവും വലിയ കുറ്റം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇതുപോലെയുള്ള ഈ 4-കിട നികൃഷ്ട ജീവികളെ വളർത്താൻ, അതുപോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ വളർത്തി വിട്ടതിന് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുതാണ് ഇനി വരാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.